വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് ഞങ്ങളുള്ളത് കാന്തല്ലൂരാണ്. ഇന്ന് നമുക്ക് കാന്തല്ലൂരിലെ വിശേഷങ്ങൾ കാണാം. ഒരു ഫ്രൂട്ട്സ് ഫാമിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഓരോ സീസണിലും ഉണ്ടാകുന്ന സീസൺ ബേസ്ഡ് ഫ്രൂട്ട്സാണ് ഇവിടെ കൂടുതലായിട്ടുമുള്ളത്. ഓരോ ഫ്രൂട്ട്സിനെ കുറിച്ചും വിശദീകരിച്ച് പറഞ്ഞു തരുവാൻ ഒരാൾ നമ്മുടെ കൂടെയുണ്ട്. ടൂറിസ്റ്റുകൾ കൂടുതലായി ഇല്ല എങ്കിൽ അവർ എല്ലാം നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരും. കൂടുതൽ ടൂറിസ്റ്റുകൾ ഉണ്ടെങ്കിൽ എക്സ്പ്ലനേഷൻ കുറവായിരിക്കും. ഇതിൻ്റെ അകത്ത് കയറുന്നതിന് പെർ ഹെഡിന് 20 രൂപ വെച്ച് ഒരു ചെറിയ ഫീ ഉണ്ട്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മിക്ക ഫ്രൂട്ട്സുകളും ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ ഈ കാണുന്നത് ഒരു ഓറഞ്ചാണ്. അതിലൊരു ഓറഞ്ച് കായ്ച്ച് കിടക്കുന്നതായും കാണാം. നമ്മൾ ഈ കാണുന്നത് സബർജില്ലയാണ്. ഇപ്പോൾ സബർജില്ലയുടെ സീസണാണ്, എന്നാലത് വിളവെടുക്കത്തക്ക രീതിയിൽ പാകമായിട്ടില്ല. ഈ ഫ്രൂട്ട്സ് എല്ലാം ഓരോരോ സീസൺ ബേസ്ഡ് ആയിട്ട് ഉണ്ടാകുന്നതായതുകൊണ്ട് നമ്മൾ ചെല്ലുന്ന സമയത്ത് ഫ്രൂട്ട്സ് കാണണമെന്നില്ല. ഞങ്ങൾ പോയ സമയത്ത് ഫ്രൂട്ട്സ് അധികമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു റൂട്ട് മാത്രം ഇങ്ങനെ പോയി അപ്പടി ഇങ്ങനെ വന്ന് മുകളിലേക്ക് കയറില്ല. അപ്പടിയാ, ഓക്കെ. ഇത് അപ്പോൾ എല്ലാം മിക്സ് ആയിട്ടാണ് ഇവിടെ. അപ്പുറത്തെല്ലാം മാക്സിമം കൂടുതൽ ഓറഞ്ച്. ഇവിടെ നമ്മൾ കൂടുതൽ കൃഷി ചെയ്യുന്നത് ഓറഞ്ചാണ്. കൂടുതൽ കൃഷി ഓറഞ്ച് സീസൺ എപ്പോഴാ? ഒക്ടോബർ നവംബർ. ആപ്പിളോ ജൂലൈ ആഗസ്റ്റ് അല്ലേ? ഈ മഞ്ഞ എല്ലാം ഡാലിയ അല്ലേ? അപ്പൊ ആപ്പിൾ കാണുന്നുണ്ടെങ്കിൽ ജൂലൈ ആഗസ്റ്റ് പറഞ്ഞു അല്ലേ? ഓറഞ്ച് ആണെന്നുണ്ടെങ്കിൽ ഒക്ടോബർ നവംബർ അല്ലേ? സബർജില്ലയൊക്കെ നല്ലതായിട്ട് നമ്മളും ഉണ്ടാവും അല്ലേ? സീതപ്പഴം എന്താ അറിയാമോ? സീതപ്പഴം ആണോ? ആത്തപ്പഴമാണ് സീതപ്പഴം. ആത്തപ്പഴമാണ്. അപ്പൊ നമ്മളിവിടെ എന്തൊക്കെ മെയിൻ ആയിട്ടുള്ള ഫ്രൂട്ട്സ്? ആഹാ, സബർജല്ലി, ആപ്പിള്, മുസംബി, ഓറഞ്ച്, മരത്തക്കാളി. ഓക്കെ. അവക്കാഡോ ഉണ്ടോ? അപ്പൊ എല്ലാത്തിനും ഓരോ സീസൺ വേറെ വേറെയാണോ? ജൂൺ മാസത്തിൽ പ്ലം ആകും അല്ലേ? ജൂലൈ ആഗസ്റ്റ് ആകുമ്പോൾ സെപ്റ്റംബർ മാസം ആകുമ്പോഴത്തേക്കും സീതാപ്പഴം, പേരക്ക, ഒക്ടോബർ നവംബറിൽ ഓറഞ്ച്. ഓക്കെ. ജനുവരി ആയി കഴിഞ്ഞാൽ സ്ട്രോബെറി, ബ്ലാക്ക്ബെറി. ഓക്കെ. സ്ട്രോബെറി എത്ര? ജനുവരി ഫെബ്രുവരിയിലാവും. ജനുവരി ഫെബ്രുവരി സ്ട്രോബെറി ആകത്തുള്ളൂ അല്ലേ? ഇത് നമ്മുടെ എന്താണ്? ഇത് ഫ്രാഷൻ ഫുഡാണ് കിടക്കുന്നത്. ഓ, വെറൈറ്റീനെ ഫ്രാഷൻ ഫുഡാണ് തോന്നുന്നില്ല. ഇപ്പോൾ സ്ട്രോബെറി ഉണ്ടെന്നൊക്കെ പറയുന്നേക്കാമല്ലോ. ഓക്കെ. നമുക്ക് ഇവിടെ സ്ട്രോബെറി ഉണ്ടോ? സ്ട്രോബെറി അല്ലേ? അങ്ങനെ പറഞ്ഞിട്ട് സ്ട്രോബെറി ഇപ്പോഴും സ്ട്രോബെറിയുടെ സീസൺ ആണെന്ന് പറയുന്നത് കേട്ടു. അപ്പൊ സ്ട്രോബെറി ഇങ്ങനെ നമ്മൾ മാറി കൃഷി ചെയ്യൂലേ? ഓക്കെ. പിന്നെ നമ്മൾ ഈ ചെടിയോട് ജസ്റ്റ് ഭംഗിക്ക് വേണ്ടി വെച്ചേക്കുന്നുള്ളതേ ഉള്ളൂ, അതോ നമുക്ക് പഴുത്താൻ നിൽക്കല്ലേ? ഇപ്പൊ സീസൺ അല്ലെങ്കിലും പഴുത്ത് നിൽക്കും അവിടെ. ഓക്കെ. ഈ പച്ചക്കായ ഉണ്ടെങ്കിൽ കൊമ്പ് പിടിക്കുക, കൈ പിടിച്ചിട്ട് മുകളിലേക്ക് അവിടെയാ? അവിടെയാ? ഓക്കെ. വിസിറ്റേഴ്സ് കൂടുതലായി ഉള്ളതുകൊണ്ട് നമ്മുടെ കൂടെ വന്ന ഗൈഡ് പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു തന്ന് മുൻപോട്ട് പോകുന്നത് കൊണ്ട് നമ്മൾക്ക് എല്ലാത്തിൻ്റെയും വീഡിയോ ശരിയായ രീതിയിൽ എടുക്കാൻ പറ്റിയില്ല. ആവശ്യമെങ്കിൽ ഈ ഫാമിൽ നിന്ന് തന്നെ നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് വാങ്ങാൻ പറ്റുന്നതാണ്. അങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സും വാങ്ങി ഞങ്ങൾ കുറച്ച് വീഡിയോയുടെ എടുത്തതിന് ശേഷം അടുത്ത സ്ഥലത്തേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പിലായി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഒരു തോട്ടം കണ്ടിറങ്ങിയിരിക്കുകയാണ്. പക്ഷേ ആൾക്കാർ കൂടുതലായതുകൊണ്ട് അവർ നമുക്ക് ഒരാൾ പറഞ്ഞു തരാനുണ്ട്. ആൾക്കാർ കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞ് പോയാണ്. നമുക്ക് ഓരോന്നും കറക്റ്റ് മനസ്സിലാക്കാനുള്ള സമയം കിട്ടുന്നില്ല. ആൾക്കാർ കൂടുതലായതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. മൊസംബി ഉണ്ടായിരുന്നു, ഓറഞ്ച് ഉണ്ടായിരുന്നു, പ്ലം ഉണ്ടായിരുന്നു, പിന്നെ പേരുണ്ടായിരുന്നു, പ്ലം ഉണ്ടായിരുന്നു, ഓറഞ്ച്, മൊസംബി, ആപ്പിള്, വൈറ്റ് സപ്പോട്ട, ബ്ലാക്ക് സപ്പോട്ട, സബർജല്ലി, പിച്ചൂസ്,
ടീച്ചേഴ്സ് എനിക്ക് വന്നത് നമ്മളെ കളിപ്പിക്കുന്ന പ്ലമ്മിന്റെ മുക്കാത്ത വരുവാണോ എന്ന് എനിക്ക് സംശയമില്ല. കാരണം അതെടുത്ത് കഴിച്ചിട്ടും അതിന്റെ ഒരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യും. അത് നേരെ ഇനി അവര് ഇവിടെ പറയുന്ന പേര് ഇങ്ങനെ വേറെ ആയിരിക്കും. ഇതെല്ലാം നമ്മളൊരു പ്ലം എന്നാ പറയുന്നത് കേട്ടോ. ചെറിയുടെ വലുത് സൈസ് ഉണ്ട്, അതിന്റെ ഇവിടെ പ്ലം എന്ന് പറയുന്നത്. അതിന്റെ വലുതും ഉണ്ട്, അതിന്റെ വലിയ സൈസ് ഇവിടെ പക്ഷെ കണ്ടില്ല. ഇപ്പൊ നമ്മൾ വന്ന വഴി തിരിച്ചു പോകണോ അതെന്തോ ഇപ്പം കാണുന്നെങ്കിൽ വഴി വേറെ വേറെ വഴിയാണോ? ഞാൻ ഇപ്പൊ എന്തോ ഉണ്ട് അവിടെ ഫ്രണ്ടില്. ഫ്രണ്ട് സ്ട്രോബെറി, പക്ഷേ സ്ട്രോബെറിയുടെ സീസൺ അല്ലെന്നാണ് ആ പുള്ളിക്കാരൻ പറഞ്ഞത് കേട്ടോ. അതാണോ അവിടെ ആൾക്കാർ കാണുന്നതെന്ന് അറിയത്തില്ല. ചെടികൾ മാത്രമേ ഉള്ളൂ. ഉള്ളോ? ആ സ്ട്രോബെറിയുടെ സീസൺ അല്ലെന്നാ പറഞ്ഞത്. ഓരോന്നിനും ഓരോ സീസൺ ഉണ്ട്. അപ്പം പുള്ളിക്കാരൻ സീസണൊക്കെ നമ്മുടെ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഓരോന്ന് കാണുന്നുണ്ടെങ്കിൽ ആ സീസണിൽ നമ്മൾ വരണം. ആ സീസണിൽ വന്നെങ്കിൽ ഫ്രൂട്ട്സ് കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ എല്ലാം പിഞ്ച് പരുവത്തിലായി നിൽക്കുന്ന കണ്ടു. എങ്കിലും എല്ലാ ഫ്രൂട്ട്സിൻ്റെ അകത്ത് ഒന്നും രണ്ടും ഒക്കെ കായ്ച്ചു നിൽക്കുന്നതുണ്ട്. ആയിരിക്കും. പക്ഷെ നല്ല വ്യൂ കേട്ടോ. ഇവിടെ നല്ല നോക്കി എത്ര മലകളാണ് നിൽക്കുന്നത്. ഇങ്ങനെ ഈ പ്രകൃതി ഭംഗി തന്നെ കണ്ടുപോവുക എന്നുള്ളതാണ് ഒരു മെയിൻ കേട്ടോ. അതാണ് മെയിന്. പിന്നെ ഈ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാനുള്ളതൊക്കെ ഉള്ളൂ. ഇത് വെളുത്തുള്ളിയാന്ന് തോന്നുന്നു അല്ലേ? കേട്ടോ ഇത് വെളുത്തുള്ളി അല്ലേ? വെളുത്തുള്ളിപ്പാടമാണ് ഇത് കേട്ടോ. ഈ കാണുന്നതെല്ലാം വെളുത്തുള്ളിപ്പാടമാണ്. നമ്മളെ കാണിച്ചു തരാൻ പോകുന്ന ആളാണ് മുന്നിൽ പോകുന്നത്. പക്ഷെ എങ്കിൽ ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ ഇവർ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകും. നമുക്കത്ര മനസ്സിലാക്കാൻ പറ്റില്ല. അതാണ് ഒരു വിഷയം. എല്ലാവരും ഇതിലോട്ട് വരാനുള്ള കാഴ്ച കാണാനുള്ള നെട്ടോട്ടം. പക്ഷെ അവരുടെ കൃഷിഭാഗത്തൂടെ വരില്ലെന്ന് പറഞ്ഞു. നമ്മൾ ഈ ക്യാരറ്റും വെളുത്തുള്ളി ഒന്നും പാകമായില്ല. പറിച്ചു തരാമാ? ഓക്കെ. ആൾക്കാരിങ്ങനെ സൈഡിൽ കൂടെ വന്നുകൊണ്ടിരിക്കുക. അത് വെളുത്തുള്ളി ആ രണ്ടിന്. ഇതാണ് സ്ട്രോബെറി തോട്ടം. 1 കിലോ 600. സ്ട്രോബെറിയുടെ തോട്ടമാണ് ഇത്. സ്ട്രോബെറി കേട്ടോ, കണ്ടോടാ സ്ട്രോബെറി തോട്ടം കണ്ടോ? അവർ കാണിക്കാൻ പറഞ്ഞു വെളുത്തുള്ളിയെല്ലാം. ഈ നമ്മൾ ഈ നടന്നു പോകുന്ന റൂട്ടൊന്നും അത്ര നല്ല കൃഷി സ്ഥലമല്ല. കൃഷി സ്ഥലമായ അതിൻ്റേതായ ഈ കാണുന്നതാണ് ബീൻസ് വളരെ കുറച്ച്. ബീൻസ് ഇത്രയേ ഉള്ളൂ. ബീൻസൊക്കെ ഉണങ്ങി കിടക്കും. വന്നിട്ട് ബീൻസൊക്കെ തന്നെ വീഡിയോ കാണാമെന്ന് അറിയത്തില്ല. ഈ കാണുന്നത് ബീൻസാണ് ഈ കിടക്കുന്നത്. ബീൻസ് കാണുന്നുണ്ടോ നോക്കട്ടെ. ബീൻസ് വെളുത്തുള്ളി തോട്ടമാണ് കൂടുതലുള്ളത്. ക്യാബേജ് വളരെ കുറവാണ്. ബീൻസിൻ്റെ ആണ്. പക്ഷേ ബീൻസ് കൂടുതലായിട്ടൊന്നും ഇവിടില്ല കേട്ടോ. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ബീൻസ് ഒന്നും കാണിക്കാം. ഇതാണ് ബീൻസിൻ്റെ തോട്ടമാണ്. ഇതുവരുടെ ക്യാബേജിൻ്റെ തോട്ടമാണ്. എത്രത്തോളം ഭംഗിയുണ്ടെന്ന് അറിയത്തില്ല. നമുക്ക് നോക്കാം. ഇത് നേരിട്ട് കാണുന്നതും വീഡിയോക്കകത്തൂടെ കാണുന്നതെല്ലാം വ്യത്യാസം ഉണ്ടാകും. ഈ കാണുന്നതാണ് ക്യാബേജിൻ്റെ തോട്ടം. ഇതിലും ഇത് നല്ലൊരു സീനറി കേട്ടോ. ഇവിടെ നിന്ന് കാണാൻ തന്നെ നല്ലൊരു സീനറി അല്ലേ? അവിടെ എല്ലാം കൃഷിയാണല്ലേ. പക്ഷെ എൻ്റെ ചുറ്റുപാടെന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രകൃതി ഭംഗിയോട് കലർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഭയങ്കര കാറ്റാണ് കേട്ടോ. കാറ്റാണ് പിന്നെ കാറ്റാണ്. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ഇനി വീട് പിടിക്കാനുള്ള പരിപാടിയാണ്. റെഡ് അലേർട്ടാണ് ഇവിടെ പറഞ്ഞേക്കുന്നതാണ് കേട്ടത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടെ വിടും. പോട്ടെ. ഓ ക്യാരറ്റാണ് ഈ ചെറിയ ഇത് കാണുന്നത്. നിങ്ങളോട് മാറി നിൽക്കുക. കൊണ്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ പിഴുതെടുത്തോ. വാ. ഓ ഇങ്ങനെയാണ് നമ്മൾ ക്യാരറ്റ്. ഓക്കെ. ഇങ്ങനെയാണ് നമ്മൾ ക്യാരറ്റ് എടുക്കുന്നത് അല്ലേ? നിങ്ങൾക്ക് കാണാനൊരു ഭംഗിയാണ്. ചേച്ചി ഒരു മൂടെ പറിച്ചേ ക്യാരറ്റ്. ഉള്ളത് മതി. പോട്ടെ മതി. മതി. ഞങ്ങളങ്ങനെ ഇതൊക്കെല്ലാം കഴിഞ്ഞ് തിരിച്ച് യാത്ര ചെയ്താണ്. തിരിച്ച് വീണ്ടും പോയാണ്. കാറ്റാണ് കേട്ടോ. രക്ഷയില്ലാത്ത കാറ്റാണ്. അടിപൊളി ക്ലൈമറ്റാണ്.
ഇതെന്താ സിംഗപ്പൂർ വെളുത്തുള്ളിയാ? സിംഗപ്പൂർ വെളുത്തുള്ളി ആ. തൂക്കിയിട്ട് 2 മാസമായി. ഓക്കെ. 2 മാസം ഉണക്കി. ആഹാ. ഇനി 10 മാസം വെച്ച് ഉപയോഗിക്കാം. 10 മാസത്തോളം ഇത് ഉപയോഗിക്കാം അല്ലേ? അതിന് ഒരു വണ്ണം 2 മാസമായി കെട്ടി തൂക്കിയിട്ട്. 2 മാസം ഇത് ഇങ്ങനെ ഒരു കെട്ട് 3 കിലോ ഉണ്ട്. ഇത് ഒരു കെട്ടത്ര 3 കിലോ? 3 കിലോ. ഇപ്പോൾ 1 കിലോ ആയിക്കോളും. 3 കിലോ തൂക്കി കഴിയുമ്പോഴത്തെ 1 കിലോ ആകും അല്ലേ? പുകയടിപ്പിക്കണം. പുക അടുപ്പിക്കണം അല്ലേ? ഈ വർഷം ഞങ്ങൾക്ക് 600 രൂപ വെച്ച് കിട്ടി കിലോയ്ക്ക് അല്ലേ? 600 അപ്പൊ ഇത് ഈ വെളുത്തുള്ളി എവിടത്തോട്ടുള്ള എങ്ങോട്ടുള്ള ആൾക്കാരാണ് മേടിക്കുന്നത്? വെളുത്തുള്ളി ഇങ്ങനെയാണ് ഉണക്കിയെടുക്കുന്നതാണ് വെളുത്തുള്ളി. അങ്ങനെ നമ്മുടെ കാന്തല്ലൂരിലെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് മടങ്ങാനുള്ള പ്ലാനിങ്ങിലാണ് ഞങ്ങളിപ്പോൾ. നമ്മൾ ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് ഏതെങ്കിലും കൊച്ചു കടയിൽ നിന്ന് ഇതിൻ്റെയൊക്കെ ഒന്ന് വില അറിഞ്ഞിരിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഗ്രാമത്തിൽ നിന്നും തിരികെ പോകുകയാണ്. ഇവിടുന്ന് നമ്മൾ വെളുത്തുള്ളി വാങ്ങിച്ചു, സിംഗപ്പൂർ വെളുത്തുള്ളി 300 രൂപ. സിംഗപ്പൂർ വെളുത്തുള്ളി വാങ്ങിച്ചു. പിന്നെന്ത് വാങ്ങിച്ചേ? ക്യാരറ്റ് വാങ്ങിച്ചു. ക്യാരറ്റിന് എത്രന്ന് അറിയത്തില്ല. 1/2 കിലോ 70 രൂപയാന്ന് തോന്നുന്നു വാങ്ങിച്ചത് കേട്ടോ. 1/2 കിലോ 70 രൂപ. ക്യാരറ്റ് 1/2 കിലോ 70 രൂപയ്ക്ക് വാങ്ങിച്ചു. പിന്നെ പ്ലം വാങ്ങിച്ചു 1 കിലോ 200 രൂപ. പീച്ച് നമ്മൾ മറ്റിടത്തുനിന്ന് വാങ്ങിച്ചായിരുന്നു. 1/2 കിലോ 50 രൂപയ്ക്ക് വാങ്ങിച്ചു. അതുകൊണ്ട് ഇവിടെ എല്ലാം വിൽക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിവിടെ മുക്കിൽ വന്നപ്പം നമ്മൾ വെളുത്തുള്ളിയുടെ വില ചോദിച്ചപ്പം സിംഗപ്പൂർ വെളുത്തുള്ളിക്ക് 150 രൂപ അവർ പറഞ്ഞത്. നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചത് 300 രൂപയ്ക്ക് വീടിൻ്റെ അകത്തുനിന്ന് വാങ്ങിച്ചത്. വലിപ്പം ചെറുതും വലുതും ഒക്കെ കാണുന്നു. ഏതൊരു കടയിൽ ചെറിയൊരു വില ചോദിച്ച് എന്തെങ്കിലും ചെറിയൊരു സാധനം മേടിച്ചിട്ട് എല്ലാത്തിന്റെയും വില ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഇപ്പൊ നമ്മള് പാഷൻ ഫ്രൂട്ട് നമ്മുടെ നാട്ടിലൊന്നും ഉള്ള പാഷൻ ഫ്രൂട്ട് അല്ല, ഇവിടുത്തെ അത് പൊട്ടിച്ച് നോക്കി പാകം വെള്ള കളറാണ്. പുളി വലിയ പുളിയൊന്നും ഇല്ല അല്ലയോ? ഇവിടുത്തെ പ്ലം 2 പ്ലം ഉണ്ടായിരുന്നു. കരിപ്ലം ഉണ്ടായിരുന്നു, എന്താ വെള്ള കളർ പ്ലം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വാങ്ങിച്ചതിനാണ് മധുരം ഉള്ളത്. ഇതിന് ഇച്ചിരി പുളിയാണ് ഇവിടുന്ന് വാങ്ങിച്ചത്. ഇത് 120 രൂപ, മറ്റേത് 200 രൂപ അവർ വാങ്ങിച്ചു. വീട്ടിൽ നിന്ന് വാങ്ങിച്ചതിന് 200 രൂപ വാങ്ങിച്ചു കിലോയ്ക്ക്. പ്ലം അത് വെള്ള പ്ലം ആണ്. കരിപ്ലം എന്നാണ് ഇപ്പൊ കടയിൽ അവർ പറഞ്ഞത്. അതിനവര് കിലോയ്ക്ക് 120 രൂപയാണ് പറഞ്ഞത്. ഒരു കാര്യമുള്ളൂ, നമ്മൾ വരുന്നതിന് മുമ്പ് എവിടെയെങ്കിലും ഒരു കടയിൽ കയറി ജസ്റ്റ് എന്തെങ്കിലും മേടിച്ച് ചെറിയൊരു സാധനം മേടിച്ച് എല്ലാത്തിന്റെയും വില മനസ്സിലാക്കുക. ഇപ്പൊ നമ്മള് ബീട്രൂട്ട് വാങ്ങിച്ചു. ഇവിടുത്തെ തന്നെ ബീട്രൂട്ട് കിലോ 50 രൂപയ്ക്ക് വാങ്ങിച്ചു. കിഴങ്ങ് കിലോ 50 രൂപയ്ക്ക് വാങ്ങിച്ചു. എല്ലാം ഇവിടുത്തെയാണ്, കൃഷിയായിരുന്നു. നമുക്ക് തോന്നുന്നു ഏതോ ഒരു സാധനം ജസ്റ്റ് ഒരു സാമ്പിളിന് വാങ്ങിച്ചത് അവർക്കറിയാം നമ്മള് പാടത്തിൽ പോയിച്ച് വരുവാ. ഇനിയിപ്പം വില കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല, കുറച്ച് പറഞ്ഞാൽ അവർ വാങ്ങിക്കത്തുള്ളൂ എന്നറിയാം. അതായിരിക്കണം ഇനി അവര് വില കുറച്ചതിന്. അങ്ങനെ ഒരു കാര്യങ്ങളുണ്ട്. നിങ്ങൾ ആദ്യം വന്ന് അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ വന്ന് ജസ്റ്റ് എല്ലാവരും വിസിറ്റ് ചെയ്ത് വിലയെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം സെക്കൻഡ് ഡേ വന്ന് മേടിച്ചാൽ ഇവിടൊക്കെ കാണുന്ന ഒരു ചെടിയാണ് നണ്ടിത്. ഇത് നല്ല ഭംഗിയായിട്ട് വെട്ടിയിട്ടേക്കുന്നുണ്ട്, നല്ല ബുഷായിട്ട്. ഒന്ന് 2 ചെടി നമ്മുടെ അവിടെ ഒരു വീട്ടിൽ വെട്ടിയതിന് 2000 രൂപ ആയെന്നാണ് അവർ പറഞ്ഞു. റൗണ്ടിൽ വെട്ടി നിർത്തിയതിന് തന്നെ. പക്ഷെ ഈ ചെടികൾക്കെല്ലാം 2-3 ടൈപ്പ് ചെടികൾ ഇങ്ങനെ ഇവിടെ കണ്ടു. ഇതിനെല്ലാം ഒരു മണമുണ്ട്. വാങ്ങിക്കുക, സാധനങ്ങൾ വാങ്ങിക്കുക. ഇവിടെ അടുത്തൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്നാ പറഞ്ഞു. പക്ഷെ ഇനിയിപ്പോ റെഡ് അലർട്ട് ഒക്കെ ഇവിടെ പ്രഖ്യാപിച്ചേക്കുന്നോണ്ട് വെള്ളച്ചാട്ടത്തിനകത്ത് നമ്മുടെ വണ്ടിയെ പോകാൻ പറ്റുന്നത്. അതുപോലെ ഒരു ഫിലിം സ്ഥലമുണ്ട്. അതുകൊണ്ട് നമ്മുടെ സ്വന്തം വണ്ടിയെ പോകാൻ പറ്റത്തില്ല. കുറച്ച് പോയിട്ട് നടന്നു പോകണമെന്ന് ഞാൻ പറയുന്നതല്ലേ. ഇപ്പോൾ നമ്മൾ പോകാത്തതിന് മെയിൻ കാരണം ഇപ്പൊ ഇവിടെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച് ഇടുക്കിയില്ല. അപ്പൊ നാട്ടിൽ ആൾക്കാർ വിളിക്കാൻ തുടങ്ങി, പെട്ടെന്ന് പോലെ റെഡ് അലേർട്ടാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് വിടുകയാണ്. ഞങ്ങളുടെ അടുത്ത വീഡിയോ കാന്തല്ലൂരിൽ നിന്ന് മൂന്നാറിലേക്കുള്ള യാത്രയാണ്. ആ വീഡിയോ ആരും കാണാൻ മറക്കരുത്.
അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു അഗെയിൻ.